ഹായ് ഗായ്സ്, വെൽക്കം ടു താനീസ് വേൾഡ്. ഇന്ന് പറയാൻ പോകുന്നത് മറവിയെ പറ്റിയാണ്. നമ്മുടെ എക്സാം ആകുമ്പോൾ വീട്ടിൽ നിന്ന് അമ്മമാർ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ചു വിടാറുണ്ട്. അതുപോലെ തന്നെ ട്യൂഷനൊക്കെ വിട്ടിട്ടും നല്ല രീതിയിൽ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ എക്സാം കഴിഞ്ഞ് പേപ്പർ കിട്ടുമ്പോഴോ മാർക്ക് കുറവായിരിക്കും. അപ്പം അതെന്തുകൊണ്ടാണ് അത് നമുക്ക് നോക്കാം. അതാണ് ഫൊർഗെറ്റിംഗ് കർവ് അല്ലെങ്കിൽ മറവി വക്രം. അതായത് പ്രശസ്തനായ ജർമ്മൻ മനഃശാസ്ത്രജ്ഞനായ ഹെർമൻ എബിംഗ്ഹൂസിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പഠിച്ചത് 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് 47% മറന്നുപോകും. നമ്മൾ പഠിക്കുന്നതിൻ്റെ 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചതിൻ്റെ 47% മറന്നുപോകും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ദിവസം കഴിയുമ്പോഴേക്ക് ആ പഠിച്ചതിൻ്റെ 66% മറന്നുപോകും. വീണ്ടും 2 ദിവസം ആകുമ്പോഴത്തേക്കോ അതിൻ്റെ 72% മറന്നുപോകും. 6 ഡേ ആകുമ്പോഴത്തേക്ക് 75% മറന്നുപോകും. 1 മന്ത് ആകുമ്പോഴത്തേക്ക് 79% മറന്നുപോകും. അത് കുട്ടികളല്ല, എല്ലാവരുടെയും മറവിയുടെ കാരണം ഇതാണ്. ഒരു വ്യക്തി എന്തെങ്കിലും പഠിച്ചാൽ 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ 47% മറന്നു പോകുന്നു. ഒരു ദിവസം ആകുമ്പോഴത്തേക്ക് 66% മറന്നു പോകുന്നു. 2 ദിവസം ആകുമ്പോഴത്തേക്ക് 72% മറന്നു പോകുന്നു. 6 ഡേയ്സ് ആകുമ്പോഴത്തേക്ക് 75% മറന്നു പോകുന്നു. 1 മന്ത് ആകുമ്പോഴത്തേക്ക് 79% മറന്നു പോകുന്നു. ഇതാണ് കുട്ടികളുടെ മറവിക്കുള്ള കാരണം. അപ്പോൾ അതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അത് റിവിഷൻ ചെയ്യുക. 2 ദിവസം 3-4 ദിവസം കഴിയുമ്പോഴേക്ക് വീണ്ടും റിവിഷൻ ചെയ്യുക. പറ്റുമെങ്കിൽ വീക്കെൻഡിൽ അത് ഫുള്ളായിട്ടൊന്ന് റിവിഷൻ ചെയ്യുക. അപ്പോൾ കുട്ടികൾ പഠിച്ചത് ഓർത്തിരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് റിവിഷൻ. എത്ര പ്രാവശ്യം നമ്മൾ റിവിഷൻ ചെയ്യുന്നോ സബ്ജക്റ്റ്, അത്രയും നല്ല രീതിയിൽ അത് നമ്മുടെ ബ്രെയിനിൽ നിൽക്കുന്നു. റിവിഷൻ്റെ കുറവ് വന്നാൽ എന്താവും? പഠിച്ചത് മറന്നു പോകുന്നു. അപ്പം അത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് ജർമ്മൻ മനഃശാസ്ത്രജ്ഞനായ ഹെർമൻ എബിംഗ്ഹൂസ്. അപ്പോൾ ഇനി പഠിച്ചിട്ടും പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ കൊച്ചുങ്ങളെ വഴക്ക് പറയാൻ പാടില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും പോർഷൻസ് റിവൈസ് ചെയ്ത് റിവിഷൻ ചെയ്ത് അവരെ കൊണ്ട് പഠിപ്പിച്ചെടുക്കുക. അപ്പം മനസ്സിലായല്ലോ എല്ലാവർക്കും? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.